സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിരവധി കൂട്ടായ്മകൾ ഉയർന്നു വരാറുണ്ട്. എന്നാൽ അത്തരം കൂട്ടായ്മകൾ പലതും ഇടയ്ക്ക് വാടിക്കൊഴിയാറുമുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ 25 കൊല്ലമായി മികച്ച രീതിയിൽ മുന്നേറുകയാണ് മാസ് എന്ന സംഘടന. എന്താണ് ഈ സംഘടന, ഈ സംഘടനയുടെ പ്രവർത്തന ഉദ്ദേശം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും മാസ് ഒരു മാസാണ്. മഹാത്മാ അയ്യങ്കാളി സാംസ്കാരിക സമിതിയുടെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. മഹാത്മാ അയ്യങ്കാളി സാംസ്കാരിക സമിതി എന്ന് പറയുന്ന ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2001 രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ഇവിടുത്തെ സാധാരണ ദുർബല ജനവിഭാഗങ്ങളുടെ സാമൂഹിക പുരോഗതിക്കും സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കും ലക്ഷ്യമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ട് പോവുകയും അന്നത്തെ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട അന്നത്തെ MLA ശ്രീ G. കാർത്തിക സാറിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ KN മധുസൂദനൻ നായർ അവരുടെയും നിസ്തുലമായ സഹായം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഈ സംഘടനയിലെ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച കൊച്ചു സഹായങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരു 7 സെൻറ്റ് സ്ഥലം സ്വന്തമായി ഈ സംഘടനയ്ക്ക് വാങ്ങുകയും അതിൽ ഒരു സാംസ്കാരിക നിലയം പണിയുന്നതിന് ബഹുമാനപ്പെട്ട MLAയും അന്നത്തെ ഗവൺമെൻറ്റും നമ്മളെ സഹായിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു സാംസ്കാരിക നിലയം പണിഞ്ഞ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതുവഴി നടന്നു വരികയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു അല്പ ഇടവേള ഇതിനുണ്ടാവുകയും ഇപ്പോൾ റിട്ടയറായിട്ടുള്ള കുറേ അധികം ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനം കൂടുതൽ നന്നായി കൊണ്ടുപോകുന്നത് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 2026 ജൂൺ 20 ഈ പ്രദേശത്തെ കാട്ടാക്കടയും സമീപ പഞ്ചായത്ത് പ്രദേശങ്ങളിലുള്ള സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും പിന്നിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളിൽ നിന്നും ഇക്കഴിഞ്ഞ SLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുകയും അവരെ പഠന നിലവാരം ഉയർത്തുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഠനോപകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ചാരുപാറ മാർത്തോമ ചർച്ചിൻ്റെ കീഴിലുള്ള വയോജന മന്ദിരത്തിൽ മാർ ക്രിസോസ്റ്റം ഹാളിൽ വെച്ച് വൈകുന്നേരം 4 മണിക്ക് ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനം ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ MLA ജനകീയനായ MLA ശ്രീ MR ബൈജു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖന്മാർ പങ്കെടുക്കും. ഈ സമ്മേളനത്തിൽ വെച്ച് ഈ കുട്ടികളെ ആദരിക്കുകയും പഠനോപകരണം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരിപാടിക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും നിസ്തുലമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഞാൻ മഹാത്മാ അയ്യങ്കാളി സാംസ്കാരിക സമിതി കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ പ്രസ്ഥാനം 2001 കാട്ടാക്കട ചാരുപാറയിലുള്ള ചെട്ടിക്കോണം പ്രദേശത്ത് സമാരംഭം കുറിച്ച് വളരെ വിപുലമായി ഈ നാട്ടിലെ എന്നല്ല ഈ ജില്ലയിലെ തന്നെ വളരെ മികച്ച പ്രവർത്തനം നടത്തുകയും ദുർബലരായ ആൾക്കാരെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ഒരു വികസനം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. എന്നാൽ ഇടയ്ക്ക് ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം അല്പം മന്ദീഭവിക്കുകയും അതിനെ തുടർന്ന് ഞങ്ങൾ കുറച്ച് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വരികയും അതിനെ വീണ്ടും പുനർജീവനം നൽകി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ പാവപ്പെട്ട
സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനവും നൽകുവാൻ തീരുമാനിച്ചുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 20-ാം തീയതി 20/6/2026 കാട്ടാക്കട ചാരുപാറയിലുള്ള മാർ ക്രിസോസ്റ്റം ഹാൾ, മാർത്തോമ്മ വയോജന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന മാർ ക്രിസോസ്റ്റം ഹാളിൽ വെച്ച് ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലം MLA ശ്രീ MR ബൈജു ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മാത്രമല്ല, സാമൂഹികമായ ഒട്ടേറെ കാര്യങ്ങളിൽ ഇവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയും. എന്തായാലും ആ യാത്രകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ സതീഷ് പേഴുമുണ്ടിനൊപ്പം നന്ദകുമാർ, CTV ന്യൂസ്.